ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോം മെക്കാനിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സഞ്ജു ചെറിയാൻ. വീട്ടിലെ വേസ്റ്റ് കത്തിക്കാനുള്ള ഈ ഒരു ഫർണസിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ 2 തവണ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട് വേറൊരു കാരണം കൂടിയുണ്ട്. ചെറിയ ചില മോഡിഫിക്കേഷൻ വർക്കുകൾ ഇതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേസ്റ്റ് കത്തിക്കാനായിട്ടുള്ള ഈ ഒരു സംവിധാനം 3-4 വർഷത്തിലേറെയായിട്ട് ഞാൻ ഉപയോഗിച്ചു വരികയാണ്. അപ്പോൾ ഈ അടുത്ത് ചെയ്തിരിക്കുന്ന ചില മോഡിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിൻ്റെ വേസ്റ്റ് ഇടുന്ന ഭാഗത്തെ ഡോറിൻ്റെ ഏരിയയിലൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ചാരം വാരി എടുക്കുന്നതിനുള്ള താഴത്തെ പോർഷനിൽ എക്സ്ട്രാ ഒരു ഡോറ് കൊടുത്തു. പിന്നെ അതുകൂടാതെ ഇതിനകത്ത് ഗ്രില്ലുണ്ടായിരുന്നു. ഗ്രില്ല് TMT കമ്പി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രില്ലായിരുന്നു കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗ്രില്ല് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ചിമ്മിനി ആസ്പെറ്റോസ് പൈപ്പായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കാറ്റടിക്കുമ്പോൾ ഇളകിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടൽ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ 304ൻ്റെ ചിമ്മിനി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ പല സൈഡിലായിട്ട് വിള്ളൽ വീണിരുന്നു. അപ്പം അതെല്ലാം ശരിയാക്കിക്കൊണ്ട് മൊത്തം സിമെൻറ്റ് കോട്ടിങ്ങും ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. വേസ്റ്റ് കത്തിക്കാനുള്ള ഈ ഒരു സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് തറയിൽ 1 മീറ്റർ സ്ക്വയറിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം 2 അടി വ്യാസം വരുന്ന രീതിയിൽ ഒരു നിര സിമൻറ്റ് ബ്ലോക്ക് പണിതു. അതിൻ്റെ മുകളിലായി 2 ഇഞ്ച് ഗ്യാപ്പുള്ള രീതിയിൽ കമ്പി കൊണ്ടുള്ള ഒരു ഗ്രില്ല് വെച്ചു. അതിന് മുകളിലേക്ക് 2 അടി വ്യാസം വരുന്ന കോൺക്രീറ്റ് റിങ്ങുകൾ ഉപയോഗിച്ചു. വേസ്റ്റ് ഇടാനുള്ള ഡോറിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് കട്ടർ കൊണ്ട് മുറിച്ചു മാറ്റുകയായിരുന്നു. ഏറ്റവും മുകളിലായി കോൺ ഷേപ്പിലുള്ള ഒരു മോടിയും കോൺക്രീറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി. അതിൻ്റെ സെൻട്രലായി പുക പുറത്തേക്ക് പോകാനുള്ള ചിമ്മിനിയും ഫിക്സ് ചെയ്തു. ഈ ഒരു വേസ്റ്റ് കത്തിക്കുന്ന സംവിധാനത്തിന് 2 ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുകളിലത്തെ മെയിൻ ഡോറ് തുറന്നിട്ടാണ് നമ്മൾ വേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഒരു ഗ്രില്ലിൻ്റെ പുറത്തിരുന്നാണ് കത്തുന്നത്. കത്താൻ ആവശ്യമായിട്ടുള്ള എയർ വലിക്കുന്നത് താഴത്തെ ഡോറിലൂടെയാണ്. താഴത്തെ ഡോറ് ശരിക്കും ആക്ച്വലി ഇത് ചാരം വാരിയെടുക്കുന്നതിനുള്ള ഡോറാണ്. ഈ താഴത്തുകൂടി എയർ അകത്തേക്ക് വന്ന് ആ ഗ്രില്ലിൻ്റെ ഇടയിലൂടെ മുകളിലേക്ക് വന്ന് വേസ്റ്റെല്ലാം കത്തി പുകയായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചിമ്മിനി വഴി മുകളിലേക്ക് പോയി എസ്കേപ്പ് ആവുന്നു. താഴത്തെ ഡോറിലൂടെയാണ് എയർ വലിക്കുന്നതെന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല. ഇത് കത്തിക്കുന്ന സമയത്ത് മെയിൻ ഡോറായ മുകളിലത്തെ ഡോറ് അടച്ചിടും. താഴത്തെ ഡോറ് മാത്രമേ തുറന്നിടുള്ളൂ. ആദ്യമായി ഇത് ഉണ്ടാക്കിയ സമയത്ത് ഈ ഒരു ഡോറിലൂടെ മാത്രം എയർ വലിക്കുന്ന രീതിയിലായിരുന്നില്ല. ഈ ഫർണസിൻ്റെ ചുറ്റിനുമായിട്ട് 2-3 എയർ ഓപ്പണിങ്ങുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മഴ സമയത്ത് ഇതിലൂടെ ഈർപ്പം അകത്തേക്ക് വരുന്നതുകൊണ്ട് അതെല്ലാം അടച്ചു കളഞ്ഞിട്ട് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കി. ഈ ഒരു അടിയിലത്തെ ഡോറ് തുറന്നിട്ടാൽ മാത്രം എയർ അകത്തേക്ക് കടക്കുന്ന രീതിയിലാക്കി പുതിയതായിട്ട് ഇപ്പോൾ മോഡിഫൈ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്.
കൂടാതെ ഈ കാണുന്ന ഫർണസിൻ്റെ മെയിൻ ഡോറ് കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തീ എത്തുമ്പോൾ അകത്തു നിന്നും വരുന്ന ചൂടേറ്റ് ആദ്യത്തെ മോഡൽ മെറ്റൽ ഡോറിൻ്റെ സെൻറ്റർ ഭാഗം കംപ്ലീറ്റ് കത്തി നശിച്ചുപോയി. അപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്ത് മെറ്റൽ ഡോറിൽ ഡയറക്റ്റ് ഹീറ്റ് അടിക്കാത്ത വിധത്തിൽ അകത്തു നിന്ന് ഒരു സിമൻറ്റ് ലൈനിങ് കൂടി കൊടുത്തിട്ടാണ് ഇപ്പോഴത്തെ ഈ ഡോറ് ഉണ്ടാക്കിയിരിക്കുന്നത്. പഴയത് കർവ്ഡ് ഷേപ്പിൽ സിമൻറ്റ് ലൈനിങ് ഇല്ലാത്തതായിരുന്നു. ഉപയോഗിക്കാത്ത സമയങ്ങളിൽ നമ്മൾ ഈ 2 ഡോറും അടച്ചിടുകയാണ് വേണ്ടത്. ഇഴജന്തുക്കളൊന്നും അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താഴത്തെ കൂടി ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. വേസ്റ്റ് കത്തിക്കുന്ന സമയത്ത് നമ്മൾ അടിയിലത്തെ ഡോറ് തുറന്നിടുക. വേസ്റ്റ് തീ പിടിച്ചതിന് ശേഷം മുകളിലത്തെ മെയിൻ ഡോർ അടച്ചിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ അടിയിലത്തെ ഭാഗത്തുനിന്ന് മാത്രം എയർ വലിക്കും. ഞാൻ ആദ്യമായി ഈ ഒരു സംവിധാനം ഉണ്ടാക്കിയ സമയത്ത് പല ന്യൂനതകളും പറ്റിയിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് റീവർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നിർമ്മാണത്തിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ഒരെണ്ണം ഇതുപോലെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഈ ടൈപ്പ് ഒരു ഫർണസ് നമുക്ക് റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഷേപ്പ് ഏതായാലും നമ്മൾ റിഫ്രാക്ടറി ഫയർ ബ്രിക്ക് അതല്ലെങ്കിൽ വിറകടുപ്പ് പണിയുന്ന ടൈപ്പിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇഷ്ടിക തന്നെ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്ടികയൊക്കെ ആണെങ്കിൽ കൂടുതൽ ചൂടടിച്ചാലും പൊട്ടിപ്പോകാത്ത തരത്തിലുള്ളതായിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സിമൻറ്റ് റിഫ്രാക്ടറി സിമൻറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇത് കൂടുതൽ ചൂടേറ്റാലും പൊളിഞ്ഞു പോകാത്ത തരത്തിലുള്ള സിമൻറ്റാണ്. സാധാരണ സിമൻറ്റ് കുറേ നേരം അധിക സമയം കത്തിച്ച് കഴിഞ്ഞാൽ അത് സിമൻറ്റെല്ലാം പൊളിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ചിമ്മിനിയും വേസ്റ്റ് ഇടുന്ന ഭാഗത്തെ ഗ്രില്ലും സ്റ്റെയിൻലെസ് സ്റ്റീൽ 304 തന്നെ ഉപയോഗിക്കണം. വേറെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും കുറച്ച് കാലം കഴിയുമ്പോൾ കരിയൊക്കെ പിടിച്ച് നശിച്ചു പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും കാണുവാനായിട്ട് ഹോം മെക്കാനിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.